ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. രാവിലെ ഫുഡ് കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന മുതൽ രാത്രി വിദേശയാത്ര നടത്തി നിങ്ങൾ മനസ്സിലാക്കുന്ന ചില നഗ്നസത്യങ്ങൾ വരെ മൊത്തം ഇൻ്റർനെറ്റിൻ്റെ വെറും 4% ഇരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞെട്ടിയോ? ഞെട്ടിയാലും ഞെട്ടിയില്ലെങ്കിലും ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഓൺ. നമ്മൾ ഈ 4% വിളിക്കുന്ന പേരാണ് സർഫസ് വെബ്. അപ്പോൾ ബാക്കി 96% എന്തായിരിക്കും? അതിനെപ്പറ്റി പറയാം. അതിന് മുമ്പ് സർഫസ് വെബ് എന്നാണ് പറയാം. സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ്, അതുപോലെ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്ത് റീച്ച് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ്, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടില്ല. ഇല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, ഇതൊന്നും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഇതെല്ലാം സേവ് ചെയ്തിരിക്കുന്ന 96% വരുന്ന ഇൻ്റർനെറ്റിൻ്റെ പോർഷനെയാണ് നമ്മൾ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഈ ഡീപ്പ് വെബിൽ ഉള്ള ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഡേറ്റാസ്, അതുപോലെ ഗവൺമെൻറ് ഡേറ്റാസ്, നമ്മുടെ പ്രൈവറ്റ് ഡേറ്റാസ്, ഇതൊക്കെ വച്ചിരിക്കുന്ന പോർഷനാണ് ഈ ഡീപ്പ് വെബ്. ഈ ഡീപ്പ് വെബിലേക്ക് നമുക്ക് കയറി ചെല്ലണമെങ്കിൽ ഒരു പെർമിഷൻ ആവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പാസ്വേഡ് ആവശ്യമില്ലേ? അല്ലെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ കാണിക്കില്ല നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ളൊരു പെർമിഷൻ ആവശ്യമാണ്. നമ്മുടെ ആധാർ ഈ ആധാറൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത ശേഷം ഒരു OTP വരില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു പെർമിഷൻ ത്രൂവേ നമുക്ക് ഡീപ്പ് വെബ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡാർക്ക് വെബിനെ പറ്റിയാണ്. എനിക്കറിയാം നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് ഇതിനെപ്പറ്റി അറിയാനാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ ഡീപ്പ് വെബിൻ്റെ ഏകദേശം 6% വരുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു പോർഷനാണിത്. നിങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ സിനിമകളിലുമൊക്കെ ഏറെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ ഒരു പോർഷനാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതുവഴി ഹിറ്റ്മാനെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ആക്സസ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം ഹാക്കാവും, നിങ്ങളുടെ സിസ്റ്റം പൊട്ടിത്തെറിക്കുമെന്നൊക്കെ. അങ്ങനെയല്ല, ആർക്കും ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാം. അത് ആക്സസ് ചെയ്യണമെങ്കിൽ ടോർ എന്ന് പറയുന്നൊരു ബ്രൗസർ ആവശ്യമാണ്. അത് ഗൂഗിൾ ക്രോം പോലെ തന്നെയുള്ള ബ്രൗസറാണ്. ഇത് ഡെവലപ്പ് ചെയ്ത US നേവിയാണ്. പ്യൂർലി പ്രൈവസി കൺസേണിന് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു ബ്രൗസറാണിത്. നിങ്ങൾക്ക് ടോർ ബ്രൗസറിൽ സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം, അതൊരു ഉള്ളിയുടെ പടമായിരിക്കും കാണിക്കുന്നത്. അത് ഏകദേശം വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ്. അതായത് ഒരാൾ ടോർ ബ്രൗസർ വഴി ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി തെളിക്കുന്ന പോലെയാണ്. അതായത് നമ്മൾ ഉള്ളി പൊളിച്ച് എടുക്കുമ്പോൾ അകത്ത് ഒന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ ഇയാളുടെ, അതായത് നമ്മൾ ആക്സസ് ചെയ്യുന്ന ആളുടെ ഡേറ്റാസ് ഒന്നും ഇൻ്റർനെറ്റ് സേവ് ആകുന്നില്ല. കാരണം പല IPകൾ അല്ലെ പല സിസ്റ്റങ്ങൾ കണക്റ്റായാണ് അവസാനം സെർവറിലെത്തുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ടോർ ബ്രൗസർ മുഖേന ഡാർക്ക് വെബ് ആക്സസ് ചെയ്താൽ അടുത്തത് വേറെ രാജ്യത്തുള്ള സിസ്റ്റത്തിൽ കണക്റ്റായി, അങ്ങനെ പല രാജ്യങ്ങളിലിരിക്കുന്ന സിസ്റ്റങ്ങളിൽ കണക്റ്റായാണ് അവസാനം സെർവറിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഏറ്റവും അവസാനം സെർവറിൽ കണക്റ്റായ സിസ്റ്റം മാത്രമേ കാണുകയുള്ളൂ. അത് തന്നെ അല്ലാതെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ ഇല്ലാതാവുകയും ചെയ്യും. ഈ ഡാർക്ക് വെബ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും ഉള്ള പോലെ തന്നെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അനോണിമസ് ആയിട്ട് ജേർണലിസം ഒക്കെ ചെയ്യുന്നവർക്ക് ഡാർക്ക് വെബ് ഉപയോഗിക്കാം. കാരണം അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ രേഖപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ആരാണെന്ന് ആരും അറിയുകയില്ല. ഡാർക്ക് വെബിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉദാഹരണത്തിന് മൂവി പൈറസി, അല്ലെങ്കിൽ വെപ്പൺ ഡീലിങ്സ്, ചില പ്രത്യേകതരം ഇലകളുടെയും പൊടികളുടെയും മരുന്നിൻ്റെയൊക്കെ കച്ചവടം, ഇതൊക്കെ ഡാർക്ക് വെബിൽ നടക്കുന്നുണ്ട്. ഡാർക്ക് വെബ് അല്ലേ, നമ്മളെ ആരും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഇതിലേക്ക് കയറി ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെയുള്ള സൈറ്റുകൾ FBI പോലുള്ള അതോറിറ്റീസ് കൊണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. അത് ഇതുപോലെയുള്ള മരുന്നുകളും പൊടികളും കച്ചവടം ചെയ്തുകൊണ്ടുള്ള സൈറ്റാണ്. അത് FBI ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി സൈറ്റുകൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നില്ല എന്നല്ല,
അതിനൊക്കെ കഴിവുള്ള അതോറിറ്റീസ് ഉണ്ട്, അവർക്കത് ഡൗൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കയറി ചെയ്യാണ്ടിരിക്കുക. ഒന്നാമത്തെ കാരണം നമ്മൾ ഇതിൻ്റെ അത്ര ചെയ്യുന്നത് അനോണിമസ് ആയതുകൊണ്ടും ഇതിനുള്ള വെബ്സൈറ്റ്സ് ഇപ്പോൾ 99% ഫേക്ക് ആയിരിക്കും. ഇപ്പം അതിൻ്റെ അകത്തോടെ നമുക്ക് ഈവിൾ സ്പിരിറ്റിനെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഹിറ്റ്മാനെ ഹയർ ചെയ്യാനൊക്കെ കാണും. നമ്മൾ അതിലേക്ക് കയറി ചെന്ന് പേയ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ തന്നെ ബിറ്റ് കോയിൻ വഴിയായിരിക്കും. നിങ്ങളും അനോണിമസ് ആണ്, അയാളും അനോണിമസ് ആയതുകൊണ്ട് നിങ്ങൾ ആർക്കാണ് പൈസ കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയായിരിക്കുമല്ലോ പൈസ കൊടുക്കുന്നത്, അത് ആർക്കാണ് നമുക്ക് അറിയാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പൈസ പോകും. അങ്ങനെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഉത്തരവാദിയായിരിക്കില്ല. സോ ഡാർക്ക് വെബ് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഡാർക്ക് വെബിനെ പറ്റി മാക്സിമം സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഡാർക്ക് വെബിനെ പറ്റി നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡാർക്ക് വെബിനെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നത് കാണാനോ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നവരെ ബൈ.